ഗൈസ് ഇതാണ് കേട്ടോ നമ്മൾ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ. ഇതിലേക്ക് ഇവിടുന്ന് തന്നെയാണ് നമുക്ക് നാസിക്കിലേക്ക് നൈറ്റ് ട്രെയിൻ പോകുന്നത്. ഈ ബസ് കൊള്ളാം കേട്ടോ, രസമുണ്ട് കാണാൻ. ഗൈസ് നമ്മള് ഫുഡ് കഴിക്കാൻ വന്നു. ഇതിന്റെ വരുന്നത് ഇത് വടാപ്പാവോ എന്തൊരു സാധനം. അത് സാധനം മേടിച്ച് കഴിക്കാൻ നിൽക്കുന്നത്. അപ്പുറത്ത് ടേബിൾ ചെയ്ത് ആരത്ത് കഴിക്കണപ്പോ മേടിച്ചതാണ്. ഇത് നോർമൽ പാവം. റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള കടകളാണ്, അതൊക്കെ ഓപ്പണായി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ മുംബൈയുടെ ഐഡന്റിക്കൽ വണ്ടികൾ ടാക്സി വണ്ടികൾ ബ്ലാക്കും മഞ്ഞ എന്നുള്ള ഇവിടുത്തെ ഈ റോഡ് സൈഡിൽ മൊത്തം സ്ട്രീറ്റ് ഫുഡിന്റെ കടകളുണ്ട്. മെയിൻ ആയിട്ട് ഈ വടാപ്പാവും സാധനങ്ങളൊക്കെയാണ്. വട, ഇഡലി ഒരുപാട് പേര് ഇന്ന് കഴിക്കുന്നുണ്ട്. ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ കൂടെ കറങ്ങി വരുന്ന ബസ്സുകൾ കിട്ടും. 150 രൂപ ചാർജ് ഉണ്ടാവും. നമുക്ക് അതൊരെണ്ണം പിടിക്കാം. നമ്മളിവിടെ ഉള്ള ഒരു ഓംസായി ടൂറിസ്റ്റ് സെന്ററിൽ നിന്നാണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 250 ആണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പം ഇതാണ് അവരുടെ ബസ്. ഈ ബസ്സിന്റെ അടുത്ത് ഒരു ഗൈഡ് ഉണ്ടാവും. ഓൾ ഡേ നമ്മൾ ഈ ബസ്സിലായിരിക്കും കറങ്ങുക. നമുക്കിപ്പം ബസ്സിൽ കറങ്ങാം. നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ ഇവിടെ. ഫുൾ ബ്ലോക്ക് ആണ് രാവിലെ. നമ്മൾ ലാസ്റ്റ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പുറകിലാണ് സീറ്റ്. മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് കേട്ടോ മുംബൈ. പണ്ട് ബോംബെ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. 1,30,00,000 ആളുകൾ വസിക്കുന്ന മുംബൈ ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ളതും ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ളതുമായ നഗരമാണ്. ഒരിക്കലും ഉറങ്ങാത്ത ഈ നഗരം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം കൂടിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 6ാമത്തെ മെട്രോ നഗരമാണ് മുംബൈ. മുംബൈയിലെ ആഴക്കടൽ തുറമുഖത്തിലൂടെയാണ് ഭാരതത്തിലെ 50% ചരക്ക് ഗതാഗതവും നടക്കുന്നത്. മുംബൈ ഇന്ത്യയുടെ വ്യാപാര വിനോദ തലസ്ഥാനം കൂടിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയും പല രാജ്യങ്ങളുടെ എംബസി മന്ദിരങ്ങളും പല ഇന്ത്യൻ കമ്പനികളുടെ കോർപ്പറേറ്റ് ആസ്ഥാന മന്ദിരങ്ങളും മുംബൈയിലാണുള്ളത്. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ മുംബൈ കൈവശപ്പെടുത്തിയപ്പോൾ അവർ മുംബൈയെ പല പേരുകളിലും വിളിച്ചെങ്കിലും ബോംബെ എന്ന പേരാണ് ഇവർ രേഖകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറാത്തികൾ മുംബൈ എന്നും ഗുജറാത്തികൾ മുംബൈ എന്നും ഹിന്ദിയിൽ ബംബെ എന്നുമാണ് ഈ നഗരം അറിയപ്പെടുന്നത്. 1995 ഔദ്യോഗികമായി നഗരത്തിന്റെ പേര് വീണ്ടും മുംബൈ എന്നാക്കി തീർത്തു. എന്നിരുന്നാലും പല നഗരവാസികളും നഗരത്തിലെ പല സ്ഥാപനങ്ങളും നഗരത്തെ ഇന്നും ബോംബെ എന്ന് തന്നെയാണ് വിളിച്ചു വരുന്നത്.